ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഇലയടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഇലയടയെല്ലാം ഉണ്ടാക്കും വീട്ടിൽ. ഇതൊരു വെറൈറ്റി ആയിട്ട് ക്യാരറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള വെല്ലം എടുക്കാം. വെല്ലം അല്ലെങ്കിൽ ശർക്കര എന്ന് പറയും ഓരോരോ നാട്ടിൽ. ഞാൻ 5 എണ്ണമാണ് എടുത്തത്. എത്ര ഗ്രാമാണെന്നൊന്നറിയില്ല, 5 എണ്ണമാണ് എടുത്തത്. അപ്പോൾ അത് ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. വെല്ലം വാങ്ങിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ കഴുകിയിട്ടാണ് എടുക്കലുള്ളൂ. അതിനുള്ള പൊടിയും കാര്യങ്ങളെല്ലാം അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കഴുകി എടുത്തിട്ടുള്ള വെല്ലാണ് ഇത്. അപ്പോൾ അതിലേക്ക് നല്ല വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഉരുക്കിയെടുക്കണം, ഒന്ന് ലൂസാക്കിയിട്ടെടുക്കണം. അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് അതിന് ശേഷം നമുക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കാം. 3-4 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ച് ചേർക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചേർക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മൊത്തം അതിൽ സത്ത് എന്താ പറയുക, ഫുൾ അതിൽ ഇറങ്ങി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനത് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായയുടെ കുരുവൊന്നും അതിൽ നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ അരിച്ച് വെച്ചിരിക്കുന്ന വെല്ലത്തിൻ്റെ പാനിയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങേൻ്റെ പകുതിയാണ്, അരമുറി എന്ന് പറയുന്നത്. അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വെല്ലത്തിൻ്റെ അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, വെന്ത് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ആയിട്ട് വരട്ടെ. ഇതാ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അത് വെല്ലം ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിച്ചു പോകും. എന്നിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1-2 എത്ര വേണ്ടിക്കലും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചതാണ്. ഇനി ക്യാരറ്റ് ആരും മുറിച്ചിട്ട് അപ്പാടൊന്നും ഇട്ട് കൊടുക്കറേ. ഇതേപോലത്തെ വലിയ ക്യാരറ്റാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അല്ലാണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക, പച്ച ടേസ്റ്റ് വരും ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ടില്ലെങ്കിൽ. അപ്പം പിന്നെ ഈ ഒരു നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. നന്നായിട്ടൊന്ന് ആയിട്ട് എടുക്കണേ, വേവിച്ചിട്ടെടുക്കണേ. ആ വെല്ലത്തിൻ്റെ അകത്തൊരു വെള്ളം പോലെ ഉണ്ടാവും, അതെല്ലാം ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ആ സമയത്ത് ഞാൻ കുറച്ച് ജീരകം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം പൊടിച്ച് വെച്ച ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകം, നമ്മളെ ചെറിയ ജീരകം ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ട് ഒന്ന് ആയിട്ട് വരട്ടെ. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യണേ, ഇതേപോലെ തന്നെ ആക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് നല്ലോണം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ. അപ്പം ഞാൻ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് ഇതിനെടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളത്ര പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക, കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കുഴച്ചിട്ട് എടുക്കണം. കുഴച്ചിട്ട് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബോളായിട്ട് എടുക്കാൻ പറ്റണം. ഇങ്ങനെ ഇതുപോലെ
അപ്പം പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഇല എടുത്തിട്ട് അതിൽ ബോൾ ഇട്ടിട്ട് ഇങ്ങനെ ചപ്പാത്തി പ്രസ്സില്ല അതിന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടും ചെയ്യാം. എന്നാൽ ഇത് കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ, നേരത്തെ തേങ്ങയും ക്യാരറ്റും വേവിച്ച് വെച്ചിട്ടുള്ളതാണ്, അത് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് മടക്കണേ, അല്ലെങ്കിൽ സൈഡ് കൂടിയിലെല്ലാം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി അത് ഒലിച്ചിങ്ങ് വരും എന്ന് പറയില്ലേ, അങ്ങനെ ഇങ്ങ് പോരും. അപ്പം ഞാനിത് ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി നോക്കുമ്പോൾ ഇങ്ങനെ സൈഡിലെല്ലാം ഇങ്ങനെ നോക്കണം, ഇതിങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരുന്നതിന് നോക്കി നോക്കണം. അപ്പോൾ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത് സെറ്റായ. ഇനി ഇത് ഗോതമ്പപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഗോതമ്പപ്പൊടി വെച്ചിട്ട് ചെയ്യാനുള്ള അടയാണ് ഇഷ്ടം. അപ്പോൾ അത് ഞാനൊന്ന് ഉപ്പും ഇതുപോലെ ഓയിലും ചേർത്തിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുറച്ച് ലൂസായിട്ട് എടുക്കുക. എന്നിട്ട് അതൊരു കൈ വെച്ചിട്ട് ചെയ്യുമ്പം പ്രശ്നമൊന്നുമില്ല, വെള്ളം കൂട്ടി കൂട്ടി ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു ഇല എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നേരത്തെ ഇല ഇത് എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെ നല്ലോണം വൃത്തി തുടക്കുന്നതെന്ന്. എല്ലാ ഇലയും ഇങ്ങനെ തുടച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഗോതമ്പത്തിൻ്റെ ഇത് ഇലയിൽ ഇങ്ങനെ നല്ലോണം പരത്തി എടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ലോണം റൗണ്ടിൽ ഇങ്ങനെ ആക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ തേങ്ങയും ക്യാരറ്റും കൂടിയിട്ടുള്ള അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒന്ന് മടക്കി കൊടുക്കുക. ഇത് മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായിരിക്കും, അരിപ്പൊടി അല്ലല്ലോ, ഇത് ഗോതമ്പപ്പൊടി ആയതുകൊണ്ട് ആട്ടപ്പൊടിയും എല്ലാം വെച്ചിട്ട് ചെയ്യുക ഇത്. അപ്പോൾ എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട് ചെമ്പിൽ. എന്നിട്ട് മൂടിക്കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് വളരെ കട്ടി കുറഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് ആയിക്കിട്ടും. 10 മിനിറ്റ് ശേഷം ഇത് തുറന്ന് നോക്കുന്നതാണ്. അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി അടയാണ്. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ചൂടാണ് ഗൈസ്, എടുക്കുമ്പം കൈ പൊള്ളാണ്ട് നോക്കുക, ശ്രദ്ധിച്ചിട്ടെടുക്കുക. അപ്പോൾ എല്ലാ അടയും ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ, ഇങ്ങനെ വളരെ നൈസായിട്ട് പരത്തിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ കട്ടി കുറഞ്ഞതാണ്, കാണുന്നില്ലേ, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ കാണാം നമുക്ക്. ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ പരതി ഇങ്ങനെ എടുക്കുന്നത് ഗോതമ്പത്തിൻ്റെ അട കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ ഗോതമ്പത്തിൻ്റെ അട എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ബായ്. വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം.